नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हजारी प्रसाद द्विवेदी के बारे में पढ़ा। हजारी प्रसाद द्विवेदी वह उनका जन्म 1907 अगस्त में बलिया ज़िले में एक गांव में हुआ। उनका परिवार ब्राह्मण कुल का था। पिता संस्कृत के पंडित थे और प्रपितामह ज्योतिष का पंडित थे और उनकी माता भी प्रसिद्ध पंडित कुल की कन्या थी। उन्होंने इंटर की परीक्षा पास होने के बाद शांति निकेतन में चले गए। वहाँ हिंदी भवन के निर्देशक के रूप में काम करते रहे। शांति निकेतन में रविंद्रनाथ टैगोर के संपर्क में आने के कारण उनके मन में मानवतावाद के प्रति बहुत आस्था की प्रतिष्ठा हुई। द्विवेदी जी की भाषा परिमार्जित गढ़ी बोली है। उनकी भाषा के दो रूप है। ये प्रांचल व्यावहारिक भाषा और संस्कृतनिष्ठ शास्त्रीय भाषा है। हिंदी साहित्य की भूमिका उनकी बुनियादी पुस्तक है। उसके अलावा कुछ मुख्य रचनाएं भी हैं। सूर साहित्य, बाणभट्ट की आत्मकथा, कबीर, अशोक के फूल, हिंदी साहित्य की भूमिका, हिंदी साहित्य का आदिकाल, नाद संप्रदाय, पृथ्वीराज रासो, ये सब उनकी प्रमुख रचनाएं हैं। प्रमुख रूप में वे आलोचक है, इतिहासकार है, निबंधकार है। इसके अलावा उसका एक कवि हृदय भी है। ये उसके इतिहास में भी देखी जा सकती है। उन्होंने बड़ी मात्रा में कविताएं लिखी है। हजारी प्रसाद द्विवेदी को भारत सरकार ने पद्म भूषण की उपाधि से सम्मानित किया था और उसके अलावा कल्पलता नामक निबंध संग्रह पर केंद्र साहित्य अकादमी का पुरस्कार भी प्राप्त किया। उसके एक रचना है, एक निबंध रचना है, एक निबंध है, नाखून क्यों बढ़ते हैं। पाठ का नाम है നാഖുൻ ക്യോം ബഡ്തേ ഹേ, എന്തുകൊണ്ടാണ് നഖം വളരുന്നത്. അപ്പോൾ നഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കയ്യുമേ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം, ചെറിയ കുട്ടികളൊക്കെ നഴ്സറി പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ LKG UKG ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൈമിലൊക്കെ നഖം കണ്ടു കഴിഞ്ഞാൽ ടീച്ചർമാരത് വെട്ടിക്കളയാൻ പറയും. വീട്ടിലായാലും പേരൻസ് അത് വെട്ടിക്കളയാൻ പറയുന്നു. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നഖം എന്ന് പറയുന്നത് നമ്മൾ ആയുധമാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. അന്ന് നഖം വളർത്തുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നഖം, അതുപോലെ പല്ലും നഖമൊക്കെ ആയിരുന്നു ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് നഖം വളരുമ്പോഴേക്കും കുട്ടികളുടെ കയ്യിൽ നിന്നത് വെട്ടാൻ പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നാഖുൻ ക്യോം ബഡ്തേ ഹേ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എന്താണെന്ന് നോക്കാം. बच्चे कभी कभी चक्कर में डाल देने वाले प्रश्न कर बैठते हैं. കുട്ടികൾ, ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ ഇതുപോലെ നമ്മളതിനെ പ്രശ്നത്തിലാക്കുന്ന, കറക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നവർ. ചക്രമേ ഡാൽ ദേനെ വാലെ പ്രശ്ന കർ ബൈഠേ ഹേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യങ്ങൾ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നഖം വളരുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടെ അവരതൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽപറ്റ്ന് പിതാ ബഡ ദയനീയ ജീവ് ഹോത്താ ഹേ. അപ്പം അതിനെക്കുറിച്ച് അധികം അറിവൊന്നുമില്ലാത്ത അൽപറ്റ്നായ അച്ഛനാണെങ്കിലോ ബഡ ദയനീയ ജീവ് ഹോത്താ ഹേ, വളരെ ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ദയനീയമായൊരു വ്യക്തിയായിട്ട് അവിടെ മാറുകയാണ്. അതായത് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ, അതായത് അറിവില്ലാത്തത് കൊണ്ട്, അൽപറ്റ്നായതുകൊണ്ട്. മേരി ചോട്ടി ലड़की जब उस दिन पूछ दिया कि आदमी के नाखून क्यों बढ़ते हैं तो मैं कुछ सोच ही नहीं सका. അപ്പോൾ മേരി ചോട്ടില്ലേ, അപ്പോൾ ലേഖൻ ഇവിടെ പറയാണ്, ലേഖൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ?
ആസാരി പ്രസാദ് ദ്വിവേദി അദ്ദേഹം പറയണേ, മേരി ചോട്ടി ലടുക്കീനെ, എൻ്റെ ഇളയ മകള് അവളെന്ത് ചെയ്തു, ഉസ് ദിൻ പൂച്ച് ദിയ, ആ ദിവസം ചോദിക്കുകയാണ്. അവൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് ആദമിക്ക് നാഗുൻ ക്യോമ്പടുത്തേഹി, മനുഷ്യൻ്റെ നഖം എന്തുകൊണ്ടാണ് വളരുന്നത്? അവൾ ചോദിച്ചൊരു ചോദ്യമാണ്. ചെറിയ പെൺകുട്ടിയാണ്, അവൾ ചോദിച്ച ചോദ്യമാണ്. തോ മേ കുച്ച് സോച്ച് ഹി നഹി സക, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളർന്ന് ഇത്രയും വലുത്, പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല. പക്ഷേ എൻ്റെ ഇളയ മകള് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആദമിക്ക് നാഗുൻ ക്യോമ്പടുത്തേഹി, എന്തുകൊണ്ടാണ് നഖം വളരുന്നത്? हर तीसरे दिन नाखून बढ़ जाते हैं। बच्चे कुछ दिन तक अगर उन्हें बढ़ने दे तो माँ बाप अक्सर उन्हें डांटा करते हैं. ഇവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ നഖം മുറിച്ച് കഴിഞ്ഞാൽ ഹർ തീസരെ ദിൻ, ഓരോ മൂന്നാമത്തെ ദിവസവും എന്താണ് നാഖുൻ ബഡ്ജാത്തേഹി, നഖം വളരും. അപ്പോൾ നമ്മൾ നഖം വെട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും നഖം വളർന്നിട്ടുണ്ടാവും എന്ന് പറയുന്നത്. ബच्चे കുച്ച് ദിൻ തക് അഗർ ഉനെ ബട്നെ ദേ, ഇപ്പോൾ കുട്ടികളാണെങ്കിലോ കുറച്ച് ദിവസം വരെ ഇതിങ്ങനെ വളരാനായിട്ട് അവർ അനുവദിക്കും. തോ മാം ബാപ്പ് അക്സർ ഉനെ ഡാണ്ടാ കർത്തേ ഹെ, ഡാണ്ടാ കർണ എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, വഴക്ക് പറയാം. ഇപ്പോൾ നഖം വളർത്തണ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് എന്ത് ചെയ്യും, അച്ഛനമ്മ എന്ത് ചെയ്യും, മിക്കവാറും ഉനെ ഡാണ്ടാ കർത്തേ ഹെ, അവരെ ശകാരിക്കും, വഴക്ക് പറയും. അപ്പോൾ ഓരോ 3 ദിവസം കൂടുമ്പോഴും നഖം വളരും. നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം ആകുമ്പോഴേക്കും കയ്യിലെ നഖം വളരുന്നു എന്ന് പറയുന്നത്. എന്നാൽ വളർന്നോട്ടെ എന്ന് വെച്ചിട്ട് കുട്ടികൾ നഖത്തെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വളർത്താൻ വിട്ടു കഴിഞ്ഞാലോ അച്ഛനമ്മയെ അവരെന്നെ വഴക്ക് പറയുകയും ചെയ്യും. पर कोई नहीं जानता कि ये अभागे नाखून क्यों इस प्रकार बड़ा करते हैं. पर कोई नहीं जानता, പക്ഷെ ആർക്കും അറിയില്ല. ये अभागे नाखून, अभागे എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്ത, ഈ ഭാഗ്യമില്ലാത്ത നഖം എന്ന് പറയുന്നത് ക്യോ ഇസ് പ്രകാർ ബടാ കർത്തേ ഹെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഭാഗ്യമില്ല എന്ന് പറയാൻ കാരണം എന്താ, നഖം വളരുന്നതിൻ്റെ ഒപ്പം തന്നെ അതിന് മുറിച്ച് കളയാണ് ചെയ്യുന്നത്, അതിനെ വളരാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഭാഗ്യമില്ല നഖമാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞപ്പോൾ വളരുന്നു. മുടി നഖം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. काट दीजिए, वे चुपचाप दंड स्वीकार कर लेंगे, पर निर्लज अपराधी की बांधी फिर छूटते ही सेंध पर हाजिर. काट दीजिए, മുറിച്ച് കളയാൻ പറയണം. എന്തിനെ മുറിച്ച് കളയേണ്ടത്? നാഖുൻകോ കാട്ട് ദീജിയെ, നഖം മുറിച്ച് കളയണം. വേ ചുപ്ചാപ് ദണ്ഡ് സ്വീകാർ കർ ലേങ്കേ, അങ്ങനെ നഖം മുറിച്ച് കളയണം എന്ന് പറഞ്ഞുള്ള ആ ഒരു ശിക്ഷ, അത് ചുപ്ചാപ് ദണ്ഡ് സ്വീകാർ കർ ലേങ്കേ, നഖം എന്ന് പറയുന്നത് മിണ്ടാതെ ആ ശിക്ഷ അവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നഖം മുറിച്ച് കളയണം എന്ന് പറയുമ്പോൾ ആ നഖം മുറിച്ച് കളഞ്ഞാൽ അതൊരു ശിക്ഷയായിട്ടാണ് പറയുന്നത്. पर निर्लज अपराधी की बांधी फिर छूटते ही सेंध पर हाजिर. ഇപ്പോൾ ഒരു നാണമില്ലാത്ത ഒരു അപരാധിയെ പോലെ നഖം മുറിച്ച് കളയണം എന്നുള്ള ശിക്ഷ അവിടെ വിധിക്കുന്നു. അങ്ങനെ ആ ശിക്ഷ അവിടെ സ്വീകരിക്കുന്നു, മിണ്ടാതെ സ്വീകരിക്കുന്നു, നഖം മുറിച്ച് കളയുന്നു. എന്നിട്ട് നിർലജ് അപരാധിക്ക് അപരാധിക്ക് ബാന്തി, നാണമില്ലാത്ത ഒരു അപരാധിയെ പോലെ ഫിർ ചൂട്ത്തേഹി, വീണ്ടും ആ നഖം വിട്ടുപോയതിന് ശേഷം സേന്ത് പർ ഹാജിർ. സേന്ത് പർ ഹാജിർ എന്ന് പറഞ്ഞാൽ വീണ്ടും കുറ്റം ചെയ്യാൻ വീണ്ടും തയ്യാറാവുക, അതായത് നഖം വീണ്ടും വളരുന്നാണ് പറയുന്നത്. സേന്ത് പർ ഹാജിർ, ആ മുറിച്ച് പോയെടുത്ത് ആ നഖം വെട്ടിക്കളഞ്ഞാൽ അവിടെ വീണ്ടും അത് പ്രസൻ്റ് ആവുകയാണ്. അത് അവിടെ തന്നെ എന്താ പറയുക, വീണ്ടും കുറ്റം ചെയ്യാൻ തയ്യാറാവുക, അതായത് ഇവിടെ നഖത്തെ വീണ്ടും മുറിക്കേണ്ടതായിട്ട് അവിടെ വരുന്നു. അപ്പം നഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അത് മുറിച്ച് കളഞ്ഞാൽ വീണ്ടും അത് ബഡ് ജാത്തേ ഹെ. എങ്ങനെയാണ്? ഹർ തീസരെ ദിൻ നാഖുൻ ബഡ് ജാത്തേ ഹെ, ഓരോ 3 ദിവസം കൂടുമ്പോഴത് വളരുന്നു. पर कोई नहीं जानता कि ये नाखून क्यों इस प्रकार बड़ा करते हैं. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നഖം ഇങ്ങനെ വളരുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വളർന്നു കഴിഞ്ഞാൽ മുറിക്കാൻ പറയും, ആ ശിക്ഷ അത് ആ നഖം അവിടെ സ്വീകരിക്കുന്നു, അതിനെ മുറിച്ച് കളയുന്നു. നാണമില്ലാത്തൊരു അപരാധിയെപ്പോലെ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ നഖം അവിടെ വീണ്ടും വളരുന്നു. സേന്ത് പ്രഹാജ് എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും കുറ്റം ചെയ്യാൻ തയ്യാറാവുന്ന പറഞ്ഞാൽ അവിടെ വീണ്ടും നഖം വളരുന്നു. ആഖിർ യേ ഇത്തന ബേഹയ ക്യോം ഹേ, ബേഹയ എന്ന് പറഞ്ഞാൽ നാണമില്ലാത്ത.
അവസാനം യേ നാഖുൻ ഇത്തനെ ബേഹയ ക്യോം ഹേ, എന്തുകൊണ്ടാണ് അവസാനം ഈ നഖത്തിന് നാണമില്ലാത്തതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നാണമില്ലാതെ വളരുന്നത്? അപ്പോൾ നഖത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. എന്താണ് അത്? നഖമായാലും മുടിയായാലും മുറിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വളരുന്നു. നമ്മൾ മുടി എത്ര വെട്ടി കഴിഞ്ഞാലും പിന്നീട് അതുപോലെ തന്നെ വളരുന്നുണ്ട്. നഖത്തിൻ്റെയും പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ വെട്ടി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കൂടി നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ വിരലുമ്പോൾ വീണ്ടും നഖം വളർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കുറ്റം ചെയ്യുന്ന, അത് നാണമില്ലാത്തൊരു അപരാധിയെ പോലെ വീണ്ടും അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. कुछ लाख ही वर्षों की बात है जब मनुष्य जंगली था वन मानुष जैसा. कुछ लाखों वर्ष की बात है. लाख ही വർഷം की, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ലാഖ് ഹി വർഷം കി ബാത്ത് ഹേ ജബ് മനുഷ്യ ജംഗലി താ. അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എന്ന് പറയുന്നത് ജംഗലി മാനുഷ്ത യാ വൻ മാനുഷ്ത, ഇപ്പോൾ കാട്ടുമനുഷ്യനെ പോലെയായിരുന്നു. അതായത് നമ്മൾ ജംഗലീത്ത, അതായത് നമ്മൾ കാട്ടിലെ മൃഗങ്ങളെ പോലെ തന്നെയായിരുന്നു മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ജംഗലീത്ത വൻ മാനുഷ് ജൈസ, വന മനുഷ്യൻ, കാട്ടുമനുഷ്യനെ പോലെയായിരുന്നു നമ്മൾ ഈ മനുഷ്യന്മാർ. ഉസേ നാഖുൻ കി ജറൂരത്തി, ഇപ്പോൾ കാട്ടുമനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ജംഗലി മനുഷ്യ ഹോനെ കെ കാരൻ ഉസേ നാഖുൻ കി ആവശ്യകത थी. അപ്പം അങ്ങനെ കാട്ടുമനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? നഖത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉസ്കി ജീവൻ രക്ഷാക്കേലിയെ നാഖുൻ ബഹുത്ത് ജരൂരി थे. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? ജംഗലി മനുഷ്യക്കോ അപ്പനെ ജീവൻ രക്ഷാക്കേലിയെ, സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാഖുൻ ബഹുത്ത് ജരൂരി थे, നഖം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം നഖം എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മളതിനെ മുറിച്ച് കളയുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുമനുഷ്യരായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് നഖം അത്യാവശ്യമായിരുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നഖം വളരെ ആവശ്യമായിരുന്നു. അസൽ മേ വഹി ഉൻകെ അസ്ത്രത്തെ, വാസ്തവത്തിൽ നാഖുൻ എന്ന് പറയുന്നത് ഉസ്കെ അസ്ത്രത്തെ, അന്നത്തെ കാട്ടുമനുഷ്യരുടെ അസ്ത്രം എന്ന് പറയുന്നത് നഖമായിരുന്നു. ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ദാന്ത് ബി ഥേ പർ നാഖുൻ കെ ബാദ് ഹി ഉൻക സ്ഥാൻ ഥ. അതുപോലെ തന്നെ ഒരു ആയുധമാണ് ദാന്ത്. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്. അപ്പോൾ ദാന്ത് ബി ഥേ, പല്ലും കൂടി ഉണ്ടായിരുന്നു. പർ നാഖുൻ കെ ബാദ് ഹി ഉൻക സ്ഥാൻ ഥ, പക്ഷേ നഖം കഴിഞ്ഞിട്ടാണ് പല്ലിനവിടെ സ്ഥാനമുള്ളൂ. അപ്പോൾ പ്രഥമ സ്ഥാൻ അല്ലെ പഹലാ സ്ഥാൻ എന്ന് പറയുന്നത് നാഖുൻ തന്നെയായിരുന്നു, നഖത്തിന് തന്നെയായിരുന്നു. ദൂസര, രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് പല്ലായിരുന്നു. അസ്ത്രത്തെ, അവർക്ക് ആയുധമായിരുന്നു എന്ന് പറയുന്നത്. ഉൻ ദിനം ഉസേ ജൂझना पड़ता था, प्रतिद्वंदियों को पछाड़ना पड़ता था, नाखून उसके लिए आवश्यक अंग था. എന്താ പറയുന്നത്? ഉൻ ദിനം ഉസേ ജൂझना पड़ता था, ആ ദിവസങ്ങളിൽ അവർ ജൂझना पड़ता था, പരീക്ഷിക്കുമായിരുന്നു, പരീക്ഷിക്കേണ്ടി വരുമായിരുന്നു അവർക്ക്. പ്രതിദ്വന്ദിയോം കോ പച്ചാടന പടുത്ത, പ്രതിദ്വന്ദിയം എന്ന് പറഞ്ഞാൽ എതിരാളികളെ, പ്രതിദ്വന്ദിയോം കോ പച്ചാടന എന്ന് പരാജയപ്പെടുത്തേണ്ടി വരുമായിരുന്നു. നാഖുൻ ഉസ്കേലിയെ ആവശ്യക് അംഗത. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് നഖം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള, വളരെ അത്യാവശ്യമുള്ള ഒരു അവയവമായിരുന്നു. അംഗത, ഒരു അവയവമായിരുന്നു. അപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ആയുധമായിട്ടാണ് നഖത്തെ ഉപയോഗിച്ചിരുന്നത്. നഖം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പല്ല് എന്ന് പറയുന്നത്. ഇതിനും രണ്ടിനും ഒരേ സ്ഥാനം തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് നിൽക്കുന്നത് നഖം തന്നെയായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ അവരത് പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതായത് എതിരാളികളെ പരാജയപ്പെടുത്താനായിട്ട് അവർ നഖമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് നഖം എന്ന് പറയുന്നത് ഉസ്കേലിയേക്ക് ആവശ്യക് അംഗത, അവർക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു അവയവമായിരുന്നു. ഫിർ ധീരെ ധീരെ വഹ അപ്നെ അംഗ് സേ ബാഹർ കി വസ്തുओं का सहारा लेने लगा. പിന്നീട് എന്തുണ്ടായത്? ധീരെ ധീരെ, പതുക്കെ പതുക്കെ, സ്ലോലി
വ അപ്പനെ അംഗ് സെ അവരവരുടെ ആ അവയവം കൊണ്ട് ബാഹർ കി വസ്തുവും കാ പുറത്തുനിന്നുള്ള വസ്തുക്കളെ സഹാരാലേനെ ലഗ അവരെന്നെ സഹായിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് പുറത്തുള്ള വസ്തുക്കൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ബാഹർക്ക് വസ്തു നോക്കാം, അത് പുറത്തുനിന്നുള്ള വസ്തുക്കളെ നമ്മൾ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. പത്തർ കെ ठेले और पेड़ की डालें काम में लाने लगा. രാമചന്ദ്ര ജിക്ക് വാനരി സേന കെ പാസ് ഐസേ ഹി അസ്ത്ര थे. ഇവിടെ പറയുന്നത് പത്തർ കെ ठेले, പത്രം എന്ന് പറഞ്ഞാൽ കല്ല്, അതായത് മുനയുള്ള കല്ല്, അതുപോലെ തന്നെ പേടിക്ക് ഡാലെ മരത്തിൻ്റെ കൊമ്പുകൾ, ശാഖകൾ, ഇതെല്ലാം കാമേലാനിലക അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ രാമചന്ദ്രജിക്ക് വാനരി സേന കെ പാസ് ഐസേ ഹി അസ്ത്രത്തെ. ശ്രീരാമചന്ദ്രൻ്റെ വാനരസേനയുണ്ട്. ആ വാനരസേനയുടെ കൂടെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അസ്ത്രമായിരുന്നു എന്ത്? പത്തർ കെ ठेले, അതായത് കല്ലിൻ്റെ മുനയുള്ള കല്ല്, അതുപോലെ തന്നെ മരക്കൊമ്പ്, ഇതൊക്കെയായിരുന്നു അവർ ആയുധമാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ വാനരസേനയുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്നെ ഹഡ്ഡിയോം കെ ഭീതർ പി ഹഥിയാർ ബനായേ. അതുമാത്രമല്ല, ഹഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ല്, ബോൺ. ഉസ്നെ ഹഡ്ഡിയോം കെ ബി അവരെ എല്ലുകൾ കൊണ്ടുകൂടി ഹഥിയാർ ബനായേ ആയുധങ്ങളുണ്ടാക്കി, വെപ്പൺസ്. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നാഖുൻ എന്ന് പറയുന്നത് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ ദൂസര വസ്തു ഹേ ദാന്ത്, പല്ല് എന്ന് പറയുന്നതാണ് അടുത്ത വസ്തു. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നുണ്ട് നമ്മൾ ശ്രീരാമചന്ദ്രജിക്ക് വാനരി സേന കെ പാസ് പത്തർ കെ ठेले और पेड़ की डालें भी थे. ഈ അസ്ത്ര കെ रूप में പ്രയോഗ करते थे, അസ്ത്രമായിട്ടത് ഉപയോഗിച്ചിരുന്നു. इसके अलावा हड्डियों के भी हथियार बनाए. ഇതുകൂടാതെ എല്ലുകൾ കൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കി. इन हड्डी के हथियारों में सबसे मजबूत और सबसे ऐतिहासिक था देवताओं के राजा का वज्र, जो दधीचि मुनि की हड्डियों से बना था. അപ്പോൾ നമ്മൾ അസ്ഥി കൊണ്ട് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഹഡ്ഡിക്ക് ഹഥിയാരോം സെ, ഇങ്ങനെ എല്ലുകൊണ്ടുണ്ടാക്കുന്ന ആയുധങ്ങളിലെ സബ്സെ മസ്ബൂത്ത്, ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, സബ്സെ ഐതിഹാസിക് ത, ഏറ്റവും എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ആയുധം അതെന്ന് പറയുന്നത് ദേവതാओं के राजा का वज्र. നമ്മൾ വജ്രായുധം എന്ന് കേട്ടിട്ടുണ്ട് ദേവേന്ദ്രൻ്റെ കയ്യിൽ അല്ലേ. വജ്രായുധം എന്ന് പറയുന്നതാണ് ദേവതാओं के राजा का വജ്ര, ദേവന്മാരുടെ രാജാവിൻ്റെ വജ്രായുധമാണ് അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അത്രയും ശക്തിയുള്ള ആയുധം എല്ലുകൊണ്ടുണ്ടാക്കിയതെന്ന് പറയുന്നത് വജ്രായുധമാണ്. ജോ ദദീചി മുനി കി ഹഡ്ഡിയോം സെ ബനാത്ത. അപ്പോൾ ദേവതാओं के राजा का वज्र यह ദദീചി മുനി കി ഹഡ്ഡിയോം സെ ബന. ദദീചി മുനി കേട്ടിട്ടുണ്ടാവും. ദദീചി മുനിയുടെ എല്ലെടുത്തിട്ടാണ്, എല്ലുകൊണ്ടാണ് വജ്രായുധം നിർമ്മിച്ചിരിക്കുന്നത്. ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രൻ്റെ കയ്യിലുള്ള ഒരായുധമാണ് വജ്രായുധം. അത് ദദീചി മഹർഷിയുടെ എല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് കൂടാതെ കല്ലും മരമൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ എല്ലും നമ്മൾ ആയുധമായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് ദേവേന്ദ്രൻ്റെ കയ്യിലുള്ള വജ്രായുധം എന്ന് പറയുന്നത് ദദീചി മുനിയുടെ എല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. മനുഷ്യ അവർ ആകെപ്പെട, അങ്ങനെ മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉസ്നെ ധാതു കെ ഹഥിയാർ ബനായേ. പിന്നീട് അവർ ധാതുക്കൾ കൊണ്ട്, അതായത് എന്താ പറയുക, ലോഹങ്ങൾ കൊണ്ടൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഉസ്നെ ധാതു കെ ഹഥിയാർ ബനായേ. ധാതുക്കൾ ഉപയോഗിച്ചിട്ട്, ലോഹങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ജിൻകെ പാസ് ലോഹേ കെ അസ്ത്ര ഓർ ശസ്ത്ര ഥേ വേ വിജയി ഹുയേ. ഇനിയിപ്പോൾ ആരുടെ കയ്യിലാണ് ലോഹത്തിൻ്റെ അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, അമ്പുകളുള്ളത്, വേ വിജയി ഹുയേ, അവരാണ് അവിടെ ജയിക്കുന്നത്.
അപ്പോൾ ഒരുപാട് നമ്മുടെ മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് പണ്ട് കാട്ടുമനുഷ്യരായിരുന്ന സമയത്താണ് നമ്മൾ നഖം ഉപയോഗിച്ചിരുന്നു, പല്ലുപയോഗിച്ചിരുന്നു, കല്ലുപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ മരത്തിൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ചിരുന്നു, ഇതുകൂടാതെ എല്ലുപയോഗിച്ചിരുന്നു. പിന്നീട് മനുഷ്യൻ ഒന്നുകൂടി പുരോഗതിയിലേക്ക് എത്തി, അവർ കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ലോഹത്തിൻ്റെ അസ്ത്രങ്ങൾ, ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ. അങ്ങനെ ആരുടെ കയ്യിലാണോ ജിൻകെ പാസ് ലോഹക്കെ അസ്ത്രോ ശാസ്ത്രത്തെ ബേ വിജയ് ഹുയി, അപ്പോൾ ആരുടെ കയ്യിലാണോ ലോഹം കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളുള്ളത് അവരാണ് അവിടെ വിജയിച്ചിരുന്നത്. അപ്പോൾ കാലം മാറുമ്പോൾ ഉണ്ടാകുന്നതാണ്, പണ്ട് വജ്രായുധമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ലോഹത്തിൻ്റെ ആയുധം വന്നപ്പോൾ അത് കയ്യിലുള്ളവരാണ് അവിടെ വിജയിച്ചിരുന്നത്. देवताओं के राजा तक को मनुष्यों के राजा से इसलिए सहायता लेनी पड़ती थी कि मनुष्यों के राजा के पास लोह के अस्त्र थे. ദേവന്മാരുടെ രാജാവ് വരെ, അതായത് ദേവേന്ദ്രൻ വരെ മനുഷ്യംക്ക് രാജാസെ, മനുഷ്യന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് സഹായം തേടേണ്ടതായിട്ട് വന്നിരുന്നു. മനുഷ്യംക്ക് രാജാക്കെ പാസ് ലോഹയ്ക്ക് അസ്ത്രത്തെ, മനുഷ്യന്മാരായ രാജാക്കന്മാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു പറയുന്നത്, ലോഹം കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ രാജാവ് വരെ ഈ മനുഷ്യന്മാരായ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് സഹായം തേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. असुरों के पास अनेक विद्याएं थी पर लोहे के अस्त्र नहीं थे, शायद घोड़े भी नहीं थे. ഇനി അസുരന്മാരുടെ, മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞു, ഇനി അസുരന്മാരുടെ കയ്യിൽ അനേക വിദ്യായന്തേ, അവരുടെ കയ്യിൽ ഒരുപാട് വിദ്യകളുണ്ടായിരുന്നു. പർ ലോഹയ്ക്ക് അസ്ത്ര നഹീന്തേ, പക്ഷെ അവരുടെ കയ്യിൽ ലോഹം കൊണ്ടുണ്ടാക്കുന്ന ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഷായത് ഘോഡെ ബി നഹീന്തേ, ഒരു പക്ഷേ കുതിര പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവന്മാരുടെ കയ്യിലാണ്, മറ്റേ രാജാക്കന്മാരുടെ കയ്യിലാണ് കുതിരകളുണ്ടായിരുന്നു, ലോഹം കൊണ്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. എന്നാൽ അസുരന്മാർക്ക് ഒരുപാട് വിദ്യകൾ അറിയാം അല്ലേ, കാണാതെ മറഞ്ഞിരിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് മായാവിയായിട്ട് അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ അസുരന്മാർക്ക് ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ ലോഹയ്ക്ക് അസ്ത്ര നഹീന്തേ, ലോഹം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഷായത് ഘോഡെ ബി നഹീന്തേ, ഒരു പക്ഷേ കുതിര പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആര്യം കെ പാസ് ഏ ദോനം ചീസേന്തി, ഈ പറയണ ആര്യന്മാർ, നമ്മൾ ആദ്യം വന്നത് ആര്യന്മാരാന്ന് പറയുന്നു. ആര്യന്മാരുടെ കയ്യിൽ ഏ ദോനം ചീസേന്തി, ഈ രണ്ട് കാര്യങ്ങളും ആര്യന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. ലോഹം കൊണ്ടുള്ള ആയുധം ഉണ്ടായിരുന്നു, കുതിരകളും ആര്യന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആര്യ വിജയി ഹുയെ, അങ്ങനെ യുദ്ധത്തിലൊക്കെ ആര്യന്മാരവിടെ വിജയിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അസുരന്മാരുടെ കയ്യിൽ അനേകം വിദ്യകളുണ്ടെങ്കിലും ആയുധങ്ങളോ കുതിരകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആര്യന്മാരിവിടെ വന്നു, ആര്യന്മാരുടെ കയ്യിൽ ഈ രണ്ട് സാധനം ഉണ്ടായിരുന്നു. കുതിരയാണെങ്കിൽ കുതിര, ആയുധമാണെങ്കിൽ ലോഹം കൊണ്ടുള്ള ആയുധമാണെങ്കിൽ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ആര്യന്മാരിവിടെ വിജയിച്ചു എന്ന് പറയുന്നത്. ഫിർ ഇതിഹാസ് അപ്നി ഗതി സെ ബഡ്താ ഗയ, വീണ്ടും നമ്മുടെ ചരിത്രം വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗ് ഹാരെ, സബർൺ ഹാരെ, യക്ഷ് ഹാരെ, ഗന്ധർവ് ഹാരെ, അസുർ ഹാരെ, രാക്ഷസ് ഹാരെ. അങ്ങനെ നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആരാണ് നാഗന്മാരോട് അവിടെ പരാജയപ്പെടുന്നു, മുനിമാർ സബർണ് മുനിമാർ അവരും പരാജയപ്പെട്ടു, യക്ഷന്മാർ പരാജയപ്പെട്ടു, ഗന്ധർവന്മാർ പരാജയപ്പെട്ടു, അസുരന്മാർ പരാജയപ്പെട്ടു, രാക്ഷസന്മാർ പരാജയപ്പെട്ടു. ഇവരുടെ കയ്യിലൊന്നും ഈ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം മനുഷ്യരുടെ കയ്യിലാണ് ലോഹനിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ദേവന്മാർ പോലും മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നാണ് ഈ സഹായം തേടിയിരുന്നത് നമ്മൾ പറഞ്ഞു. അസുരന്മാരുടെ കയ്യിലോ മറ്റ് ആരുടെ കയ്യിലും ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നാഗന്മാരവിടെ പരാജയപ്പെടുന്നു, മുനിമാർ പരാജയപ്പെടുന്നു, യക്ഷന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ, രാക്ഷസന്മാർ എല്ലാവരും അവിടെ പരാജയം ഏറ്റുവാങ്ങാണ്. ലോഹയ്ക്ക് അസ്ത്രംനെ ബാജി മാർലി, ബാജി മാർന എന്ന് പറഞ്ഞാൽ വിജയം വരിക്കുക. അപ്പോൾ ലോഹം കൊണ്ടുള്ള ആയുധങ്ങളാണ് അവിടെ വിജയിച്ചത്, മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഹത്തിൻ്റെ ആയുധം ആരുടെ കയ്യിലാണ് ഉള്ളത്
അവർക്കവിടെ വിജയം ഉറപ്പാണ്. മറ്റുള്ളവരവിടെ പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ലോഹയ്ക്ക് അസ്ത്രംനെ ബാജി മാർലി ഇതിഹാസ് ആകെ ബട. അങ്ങനെ നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. വീണ്ടും അതായത് പുരോഗതിയിലേക്ക് നമ്മൾ മനുഷ്യന്മാരോ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? പലി തേവാലി ബന്ദൂകോംനെ കാർത്തൂസോംനെ തോപ്പോംനെ ബമോംനെ बम वर्षग वायुयानों इतिहास को किस कीचड़ भरे घाट तक घसीटा है ये सबको मालूम है. അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ്? പലീത്തേ വാലി ബന്ദൂകോംനെ. പലീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട നിറയ്ക്കുന്ന തോക്ക്, ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ തോക്ക്. അപ്പോൾ പലീത്തേ വാലി ബന്ദൂകോംനെ, അതുപോലെ തന്നെ കാർത്തൂസോംനെ, കാർത്തൂസ് എന്ന് പറഞ്ഞാൽ തിര നിറയ്ക്കുക, കാട്രിഡ്ജ്, അതായത് വെടിത്തിര എന്ന് പറയും, തിര നിറയ്ക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞാൽ പലീത്തേ വാലി ബന്ദൂകോനെ, അതായത് നമ്മൾ ഗണ്ണാണ്, അത് ഉണ്ട നിറയ്ക്കുന്ന ഗണ്ണ്. അതുപോലെ കാർത്തൂസം, അതായത് തിര നിറയ്ക്കുന്ന കാട്രിഡ്ജ് നിറയ്ക്കുന്നത്. തോപ്പംനെ, തോക്ക് എന്ന് പറഞ്ഞാൽ തോപ്പ് എന്ന് പറഞ്ഞാൽ ഗണ്ണ്, സാധാരണ തോക്ക്. അതുപോലെ തന്നെ ബമോംനെ, ബം എന്ന് പറഞ്ഞാൽ ബോംബ്. അതുപോലെ ബം വർഷക വായുയാനോംനെ, ബോംബ് വർഷിക്കുന്ന വിമാനങ്ങൾ, വായുയാൻ വിമാനങ്ങൾ. ഇതെല്ലാം ഇതിഹാസ്കോ നമ്മുടെ ചരിത്രത്തെ കിസ് കീച്ചഡ് വരെ ഘാട്ട് തക് ഘസീട്ടാ ഹേ, ഏത് ചെളി നിറഞ്ഞ കടവ് വരെയാണ് വലിച്ചിഴച്ചത്. ഗസീറ്റ്ന വലിച്ചിഴയ്ക്കുക. യെ സബ്കോ മാലും ഹേ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പിന്നീട് ലോഹത്തിൻ്റെ ആയുധങ്ങൾ അതവിടെ വിജയം വരിച്ചിരുന്നു. പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക് തോക്ക് വരുന്നു, കാട്രിഡ്ജ് നിറയ്ക്കുന്ന തോക്കുകൾ, ഗണ്ണ്, അതുപോലെ തന്നെ ബോംബ് വർഷിക്കുന്ന വിമാനങ്ങൾ, ഇതെല്ലാം അവിടെ വന്നു നമ്മുടെ ചരിത്രത്തെ വീണ്ടും ചെളി നിറഞ്ഞ കടവിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. യെ സബ്കോ മാലൂം ഹേ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നഗ് ധാർ മനുഷ്യ एटम बम पर भरोसा करके आगे की ओर चल पड़ा है. എന്താ പറയുന്നത്? നഗ് ധാർ, നഖം, മൂർച്ചയുള്ള നഖം. ധാർ എന്ന് പറഞ്ഞാൽ മൂർച്ച, നഖത്തിൻ്റെ മൂർച്ച എന്ന് പറയുന്നത്. മനുഷ്യ ഏറ്റം ബോം പർ ഭരോസ കർക്കെ ആകേക്ക് ഓർ ചൽ പടാ ഹേ. അപ്പം മൂർച്ചയുള്ള നഖത്തോടു കൂടിയ മനുഷ്യൻ ആറ്റം ബോംബ് കേട്ടില്ലേ? ആറ്റം ബോംബിനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഭരോസക്കർക്ക് അതിൽ വിശ്വസിച്ചുകൊണ്ട്, ആകേക്ക് ഓർ ചൽ പടാഹേ, അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത്, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നഖം എന്ന് പറയുന്ന മൂർച്ചയുള്ള ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ ഇന്നിപ്പോൾ ആറ്റം ബോംബ് എന്ന് പറയുന്നതിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. पर उसके नाखून अब भी बढ़ रहे हैं. പക്ഷേ അവരുടെ നഖം എന്ന് പറയുന്നത് ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നഖം എന്ന് പറയുന്നത് അതിന് വളർച്ച ഒരിക്കലും നിൽക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. अब भी प्रकृति मनुष्य को उसके भीतर वाले अस्त्र से वंचित नहीं कर रही है. आज भी वह याद दिला देती है कि तुम्हारे नाखून को बुलाया नहीं जा सकता. अब भी प्रकृति, ഇപ്പോഴും നമ്മുടെ പ്രകൃതി മനുഷ്യനെ ഉസ്കെ ഭീതർ വാലെ അസ്ത്രസേ, മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ ആയുധത്തിൽ നിന്ന് വഞ്ചിത നഹി കർ രഹി ഹേ, വഞ്ചിക്കപ്പെടുന്നില്ല. അപ്പം മനുഷ്യൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ ഒരു ആയുധമാണ് നഖം എന്ന് പറയുന്നത്. അതിനെ ഇപ്പോഴും പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ ആയുധത്താൽ ഒരിക്കലും വഞ്ചിക്കപ്പെടുന്നില്ല. ആജ് ബി യഹ് യാദ് ദിലാ ദേത്തി ഹേ കി തുമ്ഹാരെ നാഖുൻ കോ ബുലായ നഹി ജാ സക്താ. ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യാദ് ദിലാ ദേത്തി, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? തുമ്ഹാരെ നാഖുൻ കോ, നിങ്ങൾ നിങ്ങളുടെ നഖത്തെ ബുലായ നഹി ജാ സക്ത, ഒരിക്കലും നിങ്ങളുടെ നഖത്തെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കില്ല.
അപ്പം നഖം എന്ന് പറയുന്നത് മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മൾ ഓർത്തിരിക്കുന്നൊരു വസ്തുവാണ്. അത് പ്രകൃതി നിയമമാണ്. അത് മുറിച്ച് കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഖത്തെ മറക്കാനായിട്ട് അവിടെ സാധിക്കില്ല. തും വഹി ലാഖോं വർഷ പഹലെ के नग दंतावलंबी जीव हो, पशु के साथ एक ही सतह पर विचरने वाले चरने वाले. അപ്പോൾ ഇവിടെ നമ്മുടെ ലേഖൻ പറയാണ്, എന്താ പറയുന്നത്, തുമാരെ നാഖുൻ കോ ബുലായ നഹീം ജാ സക്ത എന്ന് പറയുന്നുണ്ട്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം എന്താണ്? ലാഖോं വർഷ പഹലെ जंगली जानवर के साथ एक समान विचरने वाले मनुष्य. ഇവിടെ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് കാട്ടിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, കാട്ടുമനുഷ്യരായിരുന്ന കാലത്ത് കാട്ടുമൃഗങ്ങളുടെ കൂടെ ഒരുമിച്ച് മേയുകയും സഞ്ചരിക്കുകയും ചെയ്തിരുന്നവരാണ് മനുഷ്യർ. അന്ന് നമ്മൾ അവരെ ആശ്രയിച്ചിരുന്നത് നഖദന്താവലംബി ജീവ് ഹോ, അതായത് നഖവും പല്ലിനെയും ആശ്രയിക്കുന്ന, നഖത്തെയും പല്ലിനെയും ആശ്രയിക്കുന്ന ജീവികളായിരുന്നു മനുഷ്യൻ പറയുന്നത്. അതായത് ഇവിടെ പശുക്കെ സാത്ത്, മൃഗത്തിൻ്റെ കൂടെ, മൃഗങ്ങളുടെ കൂടെ, ഏകഹി സതപർ, ഒരേ നിലവാരത്തിൽ, ഒരേ ലെവലിൽ, വിചർനെ വാലെ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന, അവർ ചർനെ വാലെ മനുഷ്യഹേ, അവരോടൊപ്പം മേഞ്ഞു നടന്നിരുന്ന, സഞ്ചരിച്ചിരുന്ന മനുഷ്യരാണ്. അവരെ അന്ന് ആശ്രയിച്ചിരുന്നത് നഖത്തെയും പല്ലിനെയുമാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ നാഖുൻ ക്യോം ബഡ്തേഹേ എന്ന് പറയുന്ന പാഠത്തിൽ ലേഖകൻ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ഇത് നഖം എന്ന് പറയുന്നത് അബ് ബി ബഡ്തേ ജാ രഹേ ഹേ, അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. लेकिन ये नख बड़ा करते हैं और उस समय कहते हैं ये नाखून को काट दीजिए. പക്ഷെ ആ സമയത്ത് പറയുന്നുണ്ട് എന്താണ്, നഖത്തെ മുറിച്ച് കളയണമെന്ന് പറയുന്നുണ്ട്. लेकिन लाखों वर्ष पहले हम मनुष्य जंगली जानवर के साथ जीवन बिताता था. उस समय ये नाखून हमारे लिए ज़रूरत थी. ഈ നഖം എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. കാരണം हमारी അല്ലെങ്കിൽ या उसकी जीवन रक्षा के लिए जंगली मनुष्य को वन मानुष की तरह जीवन बिताता था. उस समय पशु के साथ एक ही लेवल पर, एक ही सतह पर विचरते थे, चलते थे. उस समय उसकी जीवन रक्षा के लिए नाखून बहुत ज़रूरी थी. ये असल में एक वेपन था, एक अस्त्र था. नाखून के पीछे दांत भी आते हैं और उसके अलावा पत्थर के ठेले, पेड़ की डालें आदि भी आते हैं. अंत में हड्डियों का हथियार भी आए, हड्डियों से हथियार बनाए. यहाँ दधीची मुनि की हड्डियों से वज्र, देवताओं के राजा का वज्र बनाया था. मनुष्य आंखें की ओर बढ़ रहा और उस समय धातु के हथियार बनाए और उसके बाद लोहे के अस्त्र बनाए. लोहे के जिनके पास लोहे के अस्त्र थे वे विजयी हुई. और उसके बाद यहाँ लोहे के अस्त्र असुरों के पास नहीं थे और आर्यों के पास ये दो चीज़ें थी, घोड़े और लोहे के अस्त्र. ये लोग विजयी हुए. इतिहास अपनी गति से बढ़ता गया और बाद में बंदूकों का और बमों का और बम वर्ष वायुयानों का यह ഇതിഹാസ് ആകെ ബഡാ രഹ. ഇവിടെ മൂർച്ചയേറിയ ആയുധമായിട്ട് നമ്മുടെ നഖത്തെ കരുതിയിരുന്ന മനുഷ്യരിപ്പോൾ ആറ്റം ബോംബിലൊക്കെ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ അബ് പ്രകൃതി മനുഷ്യ को अपने भीतर वाले अस्त्र से वंचित नहीं कर रही है.
ये तुम्हारे नाखून को बुलाया नहीं जा सकता. ഇവിടെ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പല്ലും നഖവും ആശ്രയിച്ചിരുന്ന മനുഷ്യരെ, അതായത് ഇവിടെ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ പല്ലും നഖമൊക്കെ ഇപ്പോഴും എന്താന്ന് പറയുന്നത്, അതിപ്പോഴും നഖമെന്ന് പറയുന്നത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു.